ബിഗ് ബോസ് ലൈവ് എപ്പിസോഡാണ് ഇന്ന് ബുധനാഴ്ച രാവിലത്തെ ലൈവാണ്. അതിൽ ലക്ഷ്മി നമ്മുടെ അനിമോളുടെ ഡ്രസ്സ് ബാത്റൂമിൽ കഴുകി വെച്ച് എടുത്ത് ബാത്റൂമിൽ തന്നെ ഇട്ട് കളഞ്ഞ്. ഇന്നലെ രാത്രി അനിമോൾ കുളിച്ചിട്ട് ഡ്രസ്സ് കഴുകി വിരിക്കാതെ ആ ബക്കറ്റിൽ തന്നെ ബാത്റൂമിൽ വെച്ചിരുന്നു. ലക്ഷ്മി ബാത്റൂമിൽ ചെന്നപ്പോൾ ആ ബക്കറ്റിൽ ഡ്രസ്സ് ഇരിക്കുന്നത് കണ്ട് ആ ബാത്റൂമിൽ തന്നെ ലക്ഷ്മി തട്ടി. അങ്ങനെ അതിൻ്റെ ഒരു വഴക്കായിരുന്നു. പക്ഷേ ലക്ഷ്മിക്ക് ചോദിക്കാമായിരുന്നത് ആരെ ഡ്രസ്സാണ് ഈ ബക്കറ്റിൽ ഇരിക്കുന്നത്, അത് എടുക്കാൻ പറയാം, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും എടുത്ത് വയ്ക്കാമായിരുന്നു. ആ ബാത്റൂമിൽ തന്നെ തട്ടിയത് ഏറ്റവും മോശമായി. അല്ലെങ്കിൽ ക്യാപ്റ്റനെ വിളിക്കാം, ബാബുമോനെ വിളിച്ചിട്ട് ബാബുമോൻ്റെ അടുത്ത് പറയാമായിരുന്നു. ഇതൊന്നും പറഞ്ഞില്ല. അങ്ങനെ അതിനെപ്പറ്റി അവിടെ വഴക്കായി. അതിന് ശേഷം നമ്മുടെ അനിമോൾ ചായ ഇടാൻ കയറി. അപ്പം പാലിന് പകരം ഓർക്കാതെ തൈരാണ് എടുത്ത്. അപ്പം വെള്ളം ഒഴിച്ചപ്പോൾ അത് തൈരായിപ്പോയി. അപ്പം നമ്മുടെ അനീഷ് അവിടെ ഉണ്ടായിരുന്നു. അനീഷ് പറഞ്ഞ്, അനിമോളെ എനിക്ക് കുറച്ച് തരൂ. അതിനെന്താ അനീഷ് ഏട്ടാ തരാമെന്ന് പറഞ്ഞു. അനിമോൾ ഒരു കപ്പിൽ അനീഷിനെടുത്ത് കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് നിന്ന നമ്മളെ ലക്ഷ്മിക്ക് സഹിച്ചില്ല. ലക്ഷ്മി പറഞ്ഞു അത് കുടിക്കരുത്, വയറിളവും, അങ്ങനെ വരും ഇങ്ങനെ വരുമെന്നൊക്കെ, ടാസ്ക് ഒക്കെ ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ അനീഷ് പറഞ്ഞു കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ കുടിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ലക്ഷ്മി മാറ്റി പിടിച്ച്, ഒരാൾക്ക് മാത്രമാണോ, ഞങ്ങൾക്ക് കൂടിയുള്ള മുതലല്ലേ, ഒരാൾ മാത്രം കഴിച്ചാൽ എങ്ങനെയെന്ന് പറഞ്ഞ്. അങ്ങനെ എന്ന് വെച്ചാൽ ഒരു എച്ചി കണക്ക് കളയുന്ന സാധനം ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ കുടിക്കട്ടെ, ലക്ഷ്മിക്ക് വേണമെങ്കിൽ ലക്ഷ്മിയും കുടിക്കട്ടെ. ലക്ഷ്മിയുടെ ഒരു സംസാരവും രീതിയൊക്കെ ഒരു വേറെ സൈസാണ്. പിന്നെ കിച്ചണിൽ ഒരു സ്ത്രീകളും അവിടെ സഹായിക്കുന്നില്ല. ആര്യൻ ചെന്ന് സഹായിച്ചു കൊടുക്കും, നമ്മുടെ അനീഷ്, അങ്ങനെ ബാബുമോൻ, ബാക്കി ആരും ഒരു സ്ത്രീകൾ ഇവർ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ട നോക്കിയിരിക്കുന്നതല്ലാതെ ബാക്കി ഒരു മനുഷ്യർക്കും ഒരു മനസാക്ഷിയില്ല. നമ്മുടെ അനിമോള് വെണ്ടയ്ക്കൊക്കെ മെഴുക്ക് വരട്ടുന്നതിനകത്തൊക്കെ കുറേ വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ല മണം വരുന്നെന്നൊക്കെ പറയുന്ന ആര്യനെ അരി ഊറ്റാൻ വിളിച്ച് ആര്യൻ ചെന്ന് ചെയ്തു കൊടുക്കും. അനിമോളെ കൂടെ അനിമോളും ഷാനവാസും കൂടിയാണ് കിച്ചണിൽ. അതിൻ്റെ ക്യാപ്റ്റൻ നമ്മുടെ ഷാനവാസാണ്. ഷാനവാസ് കുളിക്കാനൊക്കെ പോയി. അപ്പം എന്തായാലും അനീഷ് വന്ന് ദോശയൊക്കെ ചുട്ടു കൊടുത്ത് ആര്യം വല്ലതും സഹായിക്കണമെന്ന് ചോദിച്ച് ആര്യനും ഒക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ ബാക്കി ഒരു മനുഷ്യർ ഒരെണ്ണം ചെയ്യത്തില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും. തിന്നുന്ന സമയത്ത് വരും സ്ത്രീകൾ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമുക്കായാലും ഒരു മനസാക്ഷിയില്ലേ, അതൊന്നും ഇതിനകത്ത് ഒരു മനുഷ്യർക്കില്ല. എന്തെന്ന് പറഞ്ഞാലും പുരുഷന്മാർക്കുണ്ട് കേട്ടോ. അതിനുശേഷം ബിഗ് ബോസ് രണ്ടാമത്തെ ടാസ്ക് കൊടുത്തു, പാവം ശാസ്ത്രമെന്ന് പറഞ്ഞു. ഒരു പാവയുടെ ഉടലും കൈയും തലയും വരും, അതൊന്നാക്കണം. പക്ഷേ അനിമോക്കൊന്നും പൊക്കമില്ല. അനിമോളെടുത്താണ് നമ്മുടെ അക്ബർ എന്നിട്ട് അവളെ പിറത്തുകൂടി ചാഞ്ഞ് കിടന്ന് അനിമോൾ കരച്ചിലായിരുന്നു. വന്നിട്ട് അനിമോൾ ഒരു ഇച്ചിരിയല്ലേ ഉള്ളൂ, അക്ബർ ആണെങ്കിൽ തോന്നിയാണെങ്കിൽ ലക്ഷ്മിയായിട്ട് വഴക്കായി, നമ്മുടെ അനിമോളുമായിട്ട് വഴക്കായി. അങ്ങനെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവിൽ അടിപൊളിയായിട്ട്